യേശുക്രിസ്തുവിനെ കണ്ട ചില പ്രമാണികൾ. ദ ലീഡേഴ്സ് ഹു സോ ജീസസ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കാലത്ത് ചില പ്രമാണികൾ, വേദപുസ്തകത്തിൽ പ്രമാണികളെന്ന് പറയുന്നവർ യേശുവിനെ കണ്ടിട്ടുണ്ട്. അതിൽ പലരുണ്ട്. അതിൽ ഒരാൾ ചുങ്കക്കാരിൽ പ്രമാണിയായ സഖായി, പിന്നെ പള്ളിപ്രമാണിയായ യായോറോസ്, അതും പ്രമാണിയാണ്. കാരാഗ്രഹ പ്രമാണി, അതും ഒരു പ്രമാണിയാണ്. പിന്നെ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ്, അതും ഒരു പ്രമാണിയാണ്. പിന്നെ വേറൊരു പള്ളിപ്രമാണിയെക്കുറിച്ച് പറയുന്നു, ശതാധിപൻ, സെഞ്ചൂറിയൻ, അതായത് 100 പേരെ ഭരിക്കുന്ന ഒരു പ്രമാണി. അങ്ങനെ പല പ്രമാണികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം പണമുള്ളവരും പ്രമാണികളും പണമില്ലാത്തവരും ഒക്കെ യേശുവിൻ്റെ അടുക്ക് വന്ന് കണ്ടിട്ടുണ്ട്. പഠിത്തമുള്ളവരും പഠിത്തമില്ലാത്തവരും ഒക്കെ വന്ന് യേശുവിനെ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അടുക്കൽ ആർക്കും കടന്നു വരാം. അതൊരു വലിയ ഭാഗ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആവശ്യത്തിന് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതെടുക്കുന്നത്. ഈ പ്രമാണികളായിട്ടുള്ളവർ സാധാരണഗതിയിൽ ഞാൻ വലിയ പ്രമാണിയാണ്. ഇപ്പം നമ്മുടെ തന്നെ ഇവിടെ തന്നെ ഈ ദേശത്ത് പ്രമാണികളായിട്ടുള്ള അവർ വേറെ ആൾക്ക് അടുക്കിലോട്ട് പോകത്തില്ല. അവർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്, ഇല്ലേ? അങ്ങനെയല്ലേ പലപ്പോഴും ഈ പൊളിറ്റീഷ്യൻസൊക്കെ അവരെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരണം, അവർക്ക് വേണ്ടതുകൊണ്ട് അവരെ അങ്ങോട്ട് ചെന്ന് കാണണം, അവർക്ക് കാശ് കൊടുക്കണം, എന്തേലും ചെയ്യിപ്പിക്കണം. ഈവൻ റിലീജിയസ് മാറ്റേഴ്സ് ഓൾസോ നമുക്ക് പ്രമാണികളായിട്ടുള്ള ആരുകൾ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് കാശ് കൊടുക്കണം. ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചാൽ പോലും വരുന്നവർക്കും നമ്മളവർക്കും കാശ് കൊടുക്കണം. ഇതൊന്നും അല്ല, നടക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടവരെ എല്ലാം യേശു എന്ന വ്യക്തിയെ കാണാനാണ് കടന്നു വന്നിരിക്കുന്നത്. അതായിരിക്കണം ഇന്ന് നമ്മുടെ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ചുങ്കക്കാരിൽ പ്രമാണിയായ സഖായി, അതൊരു പ്രമാണിയാണ്. ആ ഭാഗം വായിക്കാൻ പോകണം. ലൂക്കോസിൻ്റെ സുവിശേഷം 19:1-10 വരെ ചില വാക്യങ്ങൾ വായിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ്. അവൻ യെറിഹോവിലെത്തി, യേശു ക്രിസ്തു യെറിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിയിൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടവരെല്ലാം അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരല്ല, ഇവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു. സക്കായിയോ കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അതായത് സക്കായി, ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ചുങ്കം പിരിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. ചുങ്കം ന്യായമായിട്ട് ഒരു റോമാ സാമ്രാജ്യം പറയുന്ന പിരിക്കുക തന്നെയല്ല, അവർക്കൊരു ബഡ്ജറ്റുണ്ട്. ഇപ്പം നമ്മൾ 50,000 രൂപ ഈ ഒരു ആഴ്ചയിൽ നീ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 50 കഴിഞ്ഞിട്ട് അവർ 60 70 കളക്ട് ചെയ്താൽ 50ൻ്റെ ബാക്കി അവരെടുക്കുകയാണ്. അതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ചുങ്കക്കാരുടെ ഒരു ജോലി അവരുടെ റോമ സാമ്രാജ്യത്തിൽ പറയുന്ന എമൗണ്ടിനെക്കാട്ടി ഒത്തിരി അവർ എക്സ്റ്റോർട്ട് ചെയ്തു, അത് കളക്ട് ചെയ്ത് അത് ചൂഷണം ചെയ്തെടുക്കുമ്പം അതാണ് ആളുകൾക്ക് ഒട്ടും പിടിക്കാത്തത്. ഇവനൊരു പന്നനാന്ന് പറയത്തില്ലേ നമ്മൾ, ദുഷ്ടൻ. കാരണം ഗവൺമെൻറ് പറയുന്നതിനേക്കാട്ടിലും ഒത്തിരി അത് ദൈവം ചേരുന്ന അല്ലെ അധികാരികൾ ചെയ്യുന്നതെല്ലാം മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഈ ചുങ്കക്കാരൻ്റെ ജോലി എന്തുവാ? പറയുന്നതിൽ കൂടുതൽ കാശ് കളക്ട് ചെയ്തു. അങ്ങനെ ഇവനൊരു ധനവാനായി മാറി. കാരണം ഗവൺമെൻറ് കൊടുക്കേണ്ടതിൽ കൂടുതൽ ഇവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോമാ രാജ്യത്തിൻ്റെ സാമ്രാജ്യം ഭരിക്കുന്ന അവിടുത്തെ രാജാവിന് കൊടുക്കുന്നതിൽ കൂടുതൽ കാശ് ഇവൻ്റെ കയ്യിൽ വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതല്ല ഇപ്പോഴും. അപ്പം പണ്ട് ഇപ്പോഴും സമൂഹത്തിൽ ഇത് തന്നെ നടക്കുന്നു. എന്നാൽ ഇവനെക്കുറിച്ച് പറയുന്നത് എന്താണ്? എങ്ങനെയോ ഈ മനുഷ്യനെ നീളം കുറഞ്ഞുള്ളവനായിരുന്നു, ആർക്കും ഇവനെ ഇഷ്ടമില്ലായിരുന്നു. അവനെ സക്കായി വിചാരിക്കുകയാണ്, എനിക്ക് ഇതിലൂടെ ദൈവം യേശു ക്രിസ്തു പോകുന്നുണ്ട്, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന്.
ഇച്ഛയിട്ട് കൊടുക്കുന്ന ദൈവം വലിയവൻ ഇച്ഛയിട്ട് കൊടുക്കുകയാണ്. ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിന്നെ നേരിട്ടൊന്ന് കാണാനുള്ള ഇച്ഛ എനിക്ക് ഇട്ട് തരണം. ആ ഇച്ഛ എൻ്റെ മക്കൾക്ക് ഇട്ട് തരണം, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂടെ നമ്മൾ പോകുന്ന ഗ്രൂപ്പിൽ പ്രാർത്ഥനാ കൂട്ടത്തിൽ ആ ഇച്ഛ എന്നെ കാണാനല്ല, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം. ആരുടെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടാണ് യേശുവിനെ ഒന്ന് വി ആർ ഡിപ്പിക്റ്റിംഗ് ഓർ ഡ്രോയിങ് ദ പിക്ചർ ഓഫ് ജീസസ് ത്രൂ അവർ വേർഡ്സ്, ഇല്ലേ? ദൈവത്തിനെ കുറിച്ച് നമ്മൾ വരച്ച് കാണിക്കുക. നമ്മുടെ പറച്ചിൽ, ജീവിതത്തിൽ, സംസാരത്തിലെല്ലാം വരച്ച് കാണിക്കുകയാണ്. യേശു അതിലൂടെ വരുന്നെന്നറിഞ്ഞുകൊണ്ട് കൈക്ക് നീളമില്ലാത്തതിനാൽ ഒരു കാട്ടത്തിയുടെ പ്രത്യേകത എന്തുവാ? ഒരൊറ്റ നിറച്ചിലയാണ്. അതേ കായും ഉണ്ടാകും, കായൊന്നും വലിയ പ്രയോജനമില്ല. അതേ നിറച്ച ഇല നിന്നിട്ട് ആ ഇലയുടെ ഇടയ്ക്ക് ആരെങ്കിലും ഒളിച്ചിരുന്ന ആരും അറിയില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം, യേശു എന്നെ കണ്ടില്ലേലും എനിക്ക് ദാറ്റ് ഈസ് ഓൾ വട്ട് വി നീഡ്. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, എനിക്ക് യേശുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടെന്ന് അവനോട്. ഇതാണ് ഇമ്പോർട്ടൻസ്. അതായത് യേശു അറിയാഞ്ഞിട്ടൊന്നും അല്ല, എല്ലാം അറിയുന്ന ദൈവം. നഥാനിയേലിനോട് പറഞ്ഞില്ല, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പം ഞാൻ കണ്ടെന്ന്. യേശു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളീ പറയുന്നത് യേശു, ഇത് വചനം ഏതെല്ലാം ഭവനത്തിൽ ചെല്ലുന്നത് യേശു കണ്ടിട്ടുണ്ട്. അവൻ നിയോഗിച്ചിടത്ത് ഇത് ചെല്ലും. എല്ലായിടത്തും അല്ല, അവൻ നിയോഗിച്ചിടത്ത് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. യേശു ഇവിടെ വന്ന് മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന യേശുവിനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. അവിടെ ഒരു പോസാണല്ലേ, യേശു അവിടെ നിന്നിട്ട് മുകളിലോട്ടൊരു നോട്ടം. അതല്ലേ നമുക്കും ആവശ്യം. എത്ര കൊമ്പത്തിരിക്കുന്നവനെ യേശു കണ്ടിട്ടുണ്ടെന്ന്. വഴിമാറി നടക്കുന്നവരെ കൊണ്ട്, വഴിമാറി അപ്പനും അമ്മയും കൂടെ എനിക്ക് വേണ്ട, ഞാനിങ്ങനെ സുഖിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ അങ്ങ് ജീവിച്ചേക്കാം, എന്നെ ആരും കാണണ്ട, അങ്ങനെയുള്ള മക്കളുണ്ട്. അമ്മമാരും അപ്പന്മാരും ഒരു നേരം ഒന്ന് വിളിക്കാൻ വേണ്ടി ദുഃഖിച്ച് കരയുന്ന അപ്പനമ്മമാരെ അറിയാതെ ജീവിക്കുന്ന മക്കൾ. എന്നെ പിശാച കയറിയിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു നേരം ആ ഭർത്താവിനെ ഒന്ന് വിളിച്ച് വർത്തമാനം പറയാൻ മനസ്സില്ലാത്ത സ്ത്രീകൾ. അതേപോലെ ഭാര്യ ഒഴിഞ്ഞ് നടക്കുമ്പോൾ അവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭർത്താവ്, മക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാത്ത അപ്പനമ്മമാർ. ഒരു വാക്ക് ഒത്തിരി സമയം എടുക്കുമോ? ഇപ്പോൾ മൊബൈലിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അമ്മയപ്പന്മാർ മക്കളുടെ ഒരു മകൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അവൻ വിളിക്കാതെ ഹോട്ടലിൽ താമസിക്കുന്നവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു ചെന്നിട്ട് ഇപ്പോൾ പ്രവർത്തിക്കണം. ഇടതും വലതും തീയുടെ അമ്പ് എന്ന് കൊള്ളണം. ഭർത്താവിനെ വിളിക്കാത്തവരോട് ദൈവത്തിൻ്റെ തീ ഇറങ്ങിച്ചെല്ലണം. അതുപോലെ തന്നെ ഭാര്യമാരെ നോക്കാൻ അറിയാതെ ഉഴന്ന് നടക്കുന്നവർ നേർവഴിക്ക് കാല് ചവിട്ടണം. വഴി നിരപ്പാക്കുകയാണ് ഈ വചനം കൊണ്ട്. ഇത്രയും അമ്മമാരെ വിളിച്ച് ദുഃഖം പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ഞാൻ ദൈവമല്ല, പക്ഷെ അവരുടെ വേദന കണ്ടിട്ട് എത്ര നാളിത് അവരിങ്ങനെ ഇരിക്കണം. ഒരപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? എപ്പോഴും കാണാനൊക്കത്തില്ല, അത് സാധിക്കത്തില്ല, പക്ഷെ ഒന്ന് വിളിക്കാമല്ലോ. എന്തിപ്പം വാട്സപ്പിൽ കൊണ്ട് ഒരു പൈസ ചിലവ് പോലും ഇല്ല. നമ്മളൊക്കെ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന കാലത്ത് അവിടുന്ന് നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. ഒരു ഫോൺ ചെയ്യണമെങ്കിൽ വൈകിട്ട് രാവിലെ ഫോൺ ചെയ്താൽ രാത്രിയിൽ കണക്ഷൻ അവർ ചെയ്തു തരണം. അവർ ടെലിഫോണിൻ്റെ ഓഫീസുകളിൽ നമ്മളെ കണക്ട് ചെയ്ത് തരണം. രാത്രി വരെ നോക്കിയിരുന്നിട്ടാണ് ഒരു ഫോൺ കണക്ഷൻ കിട്ടുന്നത്. ഇന്ന് കയ്യിൽ ഫോൺ എടുത്ത് കുത്തുന്നതിന് മുമ്പ്, നമ്പർ മുഴുവൻ തീരുന്നതിന് മുമ്പേ അപ്പുറത്ത് വിളി വന്നു. ഒട്ടും സമയം എടുക്കില്ല. സൗകര്യങ്ങളും സുഖങ്ങളും കൂടുകയാണ്. ഈ മകൻ ഇനിയും വല്ല ചന്ദ്രനിൽ പോയിരിക്കുകയാണ്, ആർക്കറിയാം എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. ദുഃഖം തോന്നുന്നില്ലേ? കേൾക്കുന്നവർക്ക് ഭാരം തോന്നിക്കുന്നത് എവിടെയായിട്ടല്ല തന്നെ, ഏത് അത്തിവൃക്ഷത്തിൻ്റെ മേളിൽ ഒളിച്ചിരുന്നാലെന്താ, അവൻ്റെ മേലൊരു ദൈവത്തെ കാണണം എന്നുള്ളൊരു ചിന്ത ഇട്ട് കൊടുക്കണം. ആ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നിൻ്റെ അപ്പനെ അമ്മയെ നീ ഓർക്കും. വേറെ ഒരു കുറുക്കു വഴിയില്ല. ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടേ പറ്റൂ. ഇന്ന് വീടില്ലാതാന്ന് വിചാരിക്കുന്ന ഒരു കർത്താവ് ഒരു ഭവനം കൊണ്ട് കൊടുക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണണം. ശരിയാ, മണ്ടത്തരം പറ്റിപ്പോയി. ആ മണ്ടത്തരം പറ്റിയത് കൊണ്ട് വല്ലവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? അവർക്ക് അവരുടേതായ ഭാരങ്ങളില്ലേ? നമ്മളിതിന് അവരുടെ അടുത്തോട്ട് പോകുന്നത്. അതല്ല ദൈവം പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എത്ര നേരം വേണം? അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ്, യേശുവിലേക്ക് തന്നെ കടന്നു വരിക. സക്കായി ഇവിടെ നിന്നിപ്പോൾ യേശു മുകളിലോട്ടൊന്ന് നോക്കി. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സക്കായി അത് വിചാരിച്ചില്ല.
പക്ഷെ യേശുവിന് അറിയാമായിരുന്നു സക്കായി എന്നോ, ഇന്നവൻ്റെ രക്ഷയുടെ ദിവസമാണ്. ഇന്നൊരു ദിവസമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയം കല്ലുപോലെ കഠിനമാക്കരുത്. മാംസളമാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം വന്ന് കൊള്ളുമ്പം നിന്നിലൊരു വ്യത്യാസമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവമാണ് ആഗ്രഹിച്ചെങ്കിൽ ദൈവം അത് ചെയ്തിരിക്കുന്നു. സക്കായോട് പറഞ്ഞ് എന്തുവാണ്, നീ വേഗം ഇറങ്ങി വാ, ഞാനെന്ത് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാന്ന്. ഒരു തീരുമാനം. യേശുവിൻ്റെ തീരുമാനത്തിനൊന്നും വ്യത്യാസമില്ല. യേശു നേരത്തെ തീരുമാനിച്ചാണ് ഇന്ന് ഞാൻ ഇവൻ്റെ വീട്ടിൽ പോകുമെന്ന്. സക്കായുടെ ഗുണം കൊണ്ട്. പക്ഷെ സക്കായുടെ ആഗ്രഹം. ഇപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു പറയുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറഞ്ഞു, പക്ഷെ നീ വീണു പോകാതിരിക്കാൻ ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി യേശു ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടില്ലേ? യോഹന്നാൻ്റെ 17-ാം സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ വ്യക്തമായിട്ടും യേശു പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടിയും കൂടെ ഉണ്ടെന്ന് എഴുതി വച്ചിരിക്കുന്നു. വരാൻ പോകുന്ന വിശ്വാസികൾക്ക് പോലും. സക്കായുടെ അടുക്ക വന്ന് യേശു നോക്കിയപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞു. ഒരിക്കൽ ഇത്ര വലിയവനായ ഒരു ദൈവം എൻ്റെ അടുക്ക വന്നപ്പോൾ സക്കായുടെ ഹൃദയം തുറന്നു. എന്താണ്? മാനസാന്തരം, പാപബോധം. അതാണ്, ഞാൻ ആരുടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ചെടുത്തെങ്കിൽ തിരിച്ചു കൊടുത്താളാം, അല്ല അന്യായമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചതിവായിട്ട് വാങ്ങിച്ചിട്ടെങ്കിൽ അത് അപ്പോൾ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ഷുവർ 4 മടങ്ങ് മടങ്ങി നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. കർത്താവ് ഇവിടെ നിർത്താം. കർത്താവ് പറ്റിപ്പോയി, മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ ചിന്തിച്ച എൻ്റെ അല്ല. പലപ്പോഴും തുടങ്ങിയപ്പം നല്ലതായിട്ടാണ് ചിന്തിച്ചത്, പക്ഷേ അന്ത്യം വന്നപ്പോൾ എവിടെയോ ഡീവിയേറ്റ് ചെയ്തു പോയി. ക്ഷമ ചോദിക്കുന്നു. എങ്ങനെയാണ് ഇനി ഇതിന്ന് തിരിച്ച് വരേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറയുന്നവൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ഞാൻ വലിയ പ്രമാണിയായിരിക്കാം, പക്ഷെ ഞാൻ വഴി തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ വലിയ മിടുക്കനായിരിക്കാം, പക്ഷേ എനിക്ക് മണ്ടത്തരം പറ്റിയിരിക്കുന്നു. എല്ലാവർക്കും മണ്ടത്തരം പറ്റുമെന്ന് വേദപുസ്തകം പറയുന്നു. അതിലൊന്ന് ഞാനും. സമ്മതിക്കുക, എല്ലാവർക്കും മണ്ടത്തരം പറ്റും. എല്ലാവരും ദൈവതേജസ്സില്ലാത്തവരാണ്, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു റിപ്പൻറ്റൻസ്, ഒരു പാപബോധം, ഒരു ദൈവത്തോടുള്ള നിരപ്പായപ്പോൾ യേശു പറയുകയാണ്, ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഞാനും അത് ഈ വചനം അയക്കുന്ന എല്ലാം അബ്രഹാമിൻ്റെ സന്തതികളോട്. അവൻ എൻ്റെ മകൻ, അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് അവൻ മൂലം രക്ഷ ആർക്കാ കിട്ടിയത്? വീടിന് മുഴുവൻ. ഒരാൾ നിന്നാൽ മതി, ഒരാൾ. അപ്പോസ്തലപ്രവൃത്തി 16:31-32 അത് തന്നെയാണ് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ ബാക്കിയുള്ളവരെല്ലാം ചെയ്യും. ആ വീട്ടിൽ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രനും. എന്തിനാ വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞ്. കാണാതെ പോയതാണെന്ന് ആർക്കറിയാം? യേശുവിന്. ഇദ്ദേഹം വലിയ പ്രമാണിയാണ്, പക്ഷേ ദൈവം തമ്മിൽ ഇറങ്ങി വന്ന് സഹായിച്ചു. അതോടുകൂടി ആ വീട്ടിന് രക്ഷ കിട്ടി. നമുക്കും അടുത്തിയല്ല. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സക്കായിയെ എന്നൊരു വിളി വിളിച്ചത്, എൻ്റെ പേർ ചൊല്ലി വിളിക്കുവാൻ തക്കവണ്ണം എന്നെ കണ്ട ഒരു ദൈവം. അതാണ് നമുക്കും ആവശ്യം. സക്കായി, എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവിടുന്ന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ മതിയായവനാണ് ഞാൻ. അങ്ങനെ ഒരു സെഞ്ചൂറിയൻ പറയുന്നുണ്ട്. ഇവിടെ സക്കായി ഒന്നും പറയുന്നത്, സക്കായി പറയുന്ന അനുതാപത്തിൻ്റെയാണ്. സക്കായി പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ, ഞാൻ അന്യായമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുത്തോളാം. പാപം ഒരു നിമിഷം ഇന്ന് നമുക്കുണ്ടാകണം. എവിടെയെങ്കിലും ബലഹീനമായ സ്വഭാവങ്ങൾ ഞങ്ങൾ വന്ന് ബ്ലാങ്കറ്റായിട്ട് കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി വെച്ച് പരിഹരിക്കേണ്ടത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. അതിന് മുമ്പിലുള്ള തടസ്സങ്ങൾ അപ്പച്ചൻ വഴി മാറ്റിത്തരും. ഞാൻ പറയുന്നതിന് മുമ്പേ അപ്പച്ചൻ ആ വഴി ശരിയാക്കുന്നതിന് സ്തോത്രം. തലമുറകൾ ദൈവത്തിൻ്റെ ജീവവഴിയിൽ കടന്നു വരട്ടെ. ഈ നദിക്കകത്ത്, ജീവനദിക്കകത്ത് കുളിച്ചു പൊങ്ങണം. അതിലുള്ള സന്തോഷം അവർ അനുഭവിക്കണം. നമ്മളെ വഴി വെട്ടിക്കൊടുക്കുന്ന വഴിയിൽ ദൈവത്തിൻ്റെ നദി ഒഴുകുകയാണ്. അതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ അനുഗ്രഹങ്ങളും അതിനകത്തുണ്ട്. അതിലേക്ക്, ആ ജീവവെള്ളത്തിലേക്ക് ഇവരെ തള്ളിയിടുന്ന അപ്പച്ച. ഇവൻ ഇന്ന് അബ്രഹാമിൻ്റെ സന്തതിയാന്നുള്ള ബോധം ഇവൻ ഇട്ടുകൊടുത്തതുപോലെ അനേക തലമുറകൾക്ക് ഈ അനുഗ്രഹം കടന്നു വരട്ടെ. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വരട്ടെ. ഇന്നൊന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കല്ലുപോലുള്ള ഹൃദയം മാറി മാംസളമാക്കട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.